UAE കണ്ടില്ലേ അള്ളാഹുവിൻ്റെ വിധികളെ നിശ്ചയങ്ങളെ സംബന്ധിച്ച് അഹങ്കാരത്തിൻ്റെ ഗരിമയിൽ മൂർത്തഭാവങ്ങളായി അനുഗ്രഹങ്ങളുടെ പറുദീസയിൽ വിരാജിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും ഭവിക്കാനില്ല, ഒരു ദൈവിക നിയമങ്ങളും ബാധകമല്ലെന്ന് വിചാരിക്കുന്നവരല്ലേ പലപ്പോഴും മുസ്ലിമീങ്ങളായ നമ്മൾ പോലും. പലരും പലപ്പോഴും ചോദിക്കാറുണ്ട് എന്തേ അറബി നാടുകൾക്ക് ദോഷമൊന്നുമില്ലല്ലോ ദൈവനിയമത്തെ ലംഘിച്ചതുകൊണ്ട്, എന്തേ യൂറോപ്യൻ നാടുകൾക്ക് കേടൊന്നും വന്നില്ലല്ലോ ദൈവനിയമത്തെ ലംഘിച്ചതുകൊണ്ട്? ആരാണ് പറഞ്ഞത്? കേട് സംഭവിച്ച അലം യറൂകം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂനി അന്നഹും ഇലൈഹിം ലാ യർജിഊൻ. അലം യറൂർ കണ്ടില്ലയോ കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂൻ, അവരുടെ മുമ്പ് എത്രയെത്ര ജനതകളെ ഈ മണ്ണിൽ നാം ആഴ്ത്തിക്കളഞ്ഞിട്ടുണ്ട്, നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ടെന്ന് അവർ ചിന്തിക്കുന്നുണ്ടോ? ആ നാട് മുഴുവൻ ഇന്ന് പ്രയാസത്തിലാണ്. UAE പ്രശ്നത്തിലാണ്, ഷാർജ പ്രയാസത്തിലാണ്, എയർപോർട്ടുകൾ അടച്ചിട്ടു. അടുത്ത വലിയ അവധിക്ക് വേണ്ടി ആ നാട് കാത്തിരിക്കുകയാണത്രേ. എന്താണ് സംഭവം? വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചുവോ? അന്തും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. ആകാശമേഘങ്ങളിൽ നിന്ന് അത് ചൊരിയുന്നത് നിങ്ങളാണോ അതോ നമ്മളാണോ? പിടിച്ചു നിർത്താൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് പിടിച്ചു നിർത്ത്. പെയ്തിറങ്ങിയ വെള്ളത്തെ ഒന്ന് തടുത്തു നിർത്താനാവുമെങ്കിൽ തടുത്തു നിർത്ത്. ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി? ഇതൊക്കെയാണ് ചിന്താ വിഷയങ്ങൾ. മനുഷ്യൻ ഇന്നത്തെ UAE, ഇന്നത്തെ ഷാർജ, ഇന്നത്തെ ഏറ്റവും അത്യാധുനിക ടെക്നോളജി പതറിപ്പകച്ചു നിൽക്കുന്ന വെള്ളത്തിൻ്റെ പ്രളയത്തിൻ്റെ ഉണക്കിൻ്റെ മുമ്പിൽ എത്ര നിസ്സഹായനാണ് മനുഷ്യനെന്നറിയാതെ അള്ളാഹുവിൻ്റെ നിയമത്തെ ലംഘിക്കുന്നവരെ, അഹങ്കരിക്കുന്നവരെ ശിക്ഷ പിന്തി എന്ന് നിങ്ങൾ സങ്കടപ്പെടുന്നുവെങ്കിൽ അള്ളാഹു അതിന് പറഞ്ഞ ഉത്തരം തന്നറിയോ? നിങ്ങൾ ദൂരെ കാണുന്ന അത് നമ്മുടെ കൺമുമ്പിലാണ് കാണുന്നത്. ഞാൻ ഒരു സെക്കൻഡ് കൊണ്ടാണ് അവരെ പിടിച്ചത്, പക്ഷെ നിങ്ങൾക്കത് 70 വർഷം എടുത്തു. 70 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ പ്രളയം. അവർ അതിനെ അള്ളാഹുവിൻ്റെ ശിക്ഷയെ അകലെ കാണുന്നു, നാം അത് അടുത്ത് കാണുന്നു. എന്ന് പറഞ്ഞാൽ ഒരു 50 കൊല്ലം, ഒരു 100 കൊല്ലം കാത്തിരുന്ന് അള്ളാഹുവിൻ്റെ ഒരു ശിക്ഷ ഒരു സമൂഹം ഏറ്റുവാങ്ങുമ്പോൾ അത് നീണ്ടകാലമായി അവർ കാണുന്നു. നമ്മളതിനെ നിമിഷമായി ഒരു സെക്കൻഡായി കാണുന്നു. ഒരു സെക്കൻഡിൻ്റെ താമസമേ നമ്മുടെ സമയക്രമത്തിൽ വന്നിട്ടുള്ളൂ. നിങ്ങളുടെ സമയക്രമത്തിലാണ് 70 വർഷം വേണ്ടി വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിനൊരു നാശം വരുമെന്നും അന്ത്യമുണ്ടെന്നും ലോകത്തിൻ്റെ അവസാനം വന്ന് ഭവിക്കുന്നത് വരെ മാത്രമാണ് ഈ ലോകത്ത് നമുക്ക് സ്വാതന്ത്ര്യം ലഭ്യമാവുക എന്നും പല ചേരികളാകാനുള്ള നമ്മുടെ അതിസ്വാതന്ത്ര്യമെല്ലാം ഈ ലോകത്തിൻ്റെ അവസാനത്തോടെ, അല്ലെങ്കിൽ നാം ഈ ലോകത്ത് നിന്ന് അവസാനിക്കുന്നതോടെ അവസാനിച്ചു പോകുമെന്നും അപ്പോൾ നാം കേവലം 3 കൂട്ടർ മാത്രമായി പരിണമിക്കുമെന്നും പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ വാഖിഅ ആദ്യം നമ്മുടെ മുമ്പിൽ പറയുകയുണ്ടായി. എന്നിട്ട് തൻ്റെ ജീവിതത്തിൽ തനിക്ക് അല്ലാഹു നൽകിയ സുവർണ അവസരങ്ങളെ, ജീവിത സന്ദർഭങ്ങളെ നന്മയുടെ വഴിയിൽ പരമാവധി മാറ്റിവെച്ചുകൊണ്ട് ജീവിതത്തെ നന്മയുടെ ആഘോഷമാക്കി തീർത്ത, മറ്റാർക്കും വേണ്ടി കാത്തു നിൽക്കാഞ്ഞ, ആരുടെയും മുമ്പേ നടന്നവരായ സാബിഖീങ്ങൾ അത്യുന്നതങ്ങളിൽ വാഴുമെന്ന് അള്ളാഹു പറയുകയുണ്ടായി. അസ്സാബിഖൂൻ. പിന്നീട് നന്മയും തിന്മയും കൂട്ടിക്കുഴച്ച് ജീവിച്ചവർ, എങ്കിലും തിന്മയേക്കാൾ അധികം നന്മ തങ്ങളുടെ ഉള്ളിൽ സ്വന്തമാക്കിയവർ, അവരും കഷ്ടിച്ച് രക്ഷപ്പെടുക തന്നെ ചെയ്യും. അവരും ഭാഗ്യവാന്മാരാണ്, അസ്ഹാബുൽ യമീനാണ് എന്ന് പറയുകയുണ്ടായി. എന്നാൽ തങ്ങളുടെ നന്മ തിന്മകളുടെ അനുപാതത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ വിജയം വരിക്കാൻ ആവശ്യമായ പാസ് മാർക്ക് പോലും നേടാത്ത അസ്ഹാബുൽ ഷിമാൽ ദൗർഭാഗ്യവാന്മാരെ കുറിച്ചും പറഞ്ഞു. ഓരോരുത്തർക്കും അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്ന സുഖ സൗഭാഗ്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ദുഃഖ നൈരാശ്യങ്ങളെക്കുറിച്ചുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞപ്പോൾ പലർക്കും സംശയമുണ്ടാവുക സ്വാഭാവികമാണ്. ഇത്രയൊക്കെ എവിടെയാണ്? ഈ ലോകത്തിൻ്റെ ഏതൊരു ദിക്കിലും നാം കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങളുടെ ആ വർണ്ണലോകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അതിനൊക്കെ ആർക്കാണ് സാധ്യമാവുക എന്ന് ചിലപ്പോൾ ആരെങ്കിലും സന്ദേഹിക്കുന്നുവെങ്കിൽ അവർക്ക് ഉത്തരമാകാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങളുടെ യാഥാർത്ഥ്യത്തിന് അടിവരയിടുന്ന വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ വാഖിഅയിലൂടെ നമ്മോട് ചില ന്യായങ്ങൾ പറയുകയാണ്.
അള്ളാഹു നമ്മോട് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. ഞാനീ പറഞ്ഞ കാര്യം, ഭാവിയെ സംബന്ധിച്ച് പറഞ്ഞ കാര്യം, ഈ ലോകത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് അസ്വീകാര്യമാകുന്നുവെങ്കിൽ ഈ ലോകത്തിൻ്റെ അന്ത്യത്തിന് ശേഷം പിന്നീട് പിറവിയെടുക്കാനിരിക്കുന്ന ഒരു നവലോക ക്രമത്തെക്കുറിച്ചുള്ള എൻ്റെ വാഗ്ദാനങ്ങൾ, താക്കീതുകൾ നിങ്ങൾക്ക് അലോസരമാകുന്നെങ്കിൽ, അല്ലെങ്കിൽ പരിഹാസ്യമായി തോന്നുന്നുവെങ്കിൽ, നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുള്ള ബുദ്ധിയും ചിന്തയും ഒരല്പം വിനിയോഗിച്ചാൽ മതി നിങ്ങൾക്ക് എൻ്റെ പ്രസ്താവങ്ങൾ ശരിയാണ് എന്ന് ബോധ്യപ്പെടാൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ചില ആയത്തുകളിലൂടെ പറയുന്ന ഭാഗങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പാരായണം ചെയ്തത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ ദിവസവും ഇത്തരം ചിന്തകളിലൂടെ ഓരോ വിശ്വാസിയുടെയും മനസ്സുകൾ കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്ന കാരണത്താൽ ഈ സൂറ നമ്മോട് എല്ലാ ദിവസവും ഒന്ന് പാരായണം ചെയ്യണമെന്ന് പഠിപ്പിക്കപ്പെട്ട സൂറയും കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ കാര്യങ്ങളിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അവരറിയാൻ, അവർ ഓർക്കാൻ എന്ന നിലയിൽ നമ്മളോട് ചോദിക്കുകയാണ്. അള്ളാഹു ചോദിക്കുന്നു, നഹ്നു ഖലഖ്നാകും ഫലൗലാ തുസദ്ദിഖൂൻ. ജനങ്ങളെ, നിങ്ങൾക്ക് ഇനിയും ഞാൻ ഈ പറഞ്ഞതൊന്നും വിശ്വാസമാകുന്നില്ലേ? എങ്കിൽ നഹ്നു ഖലഖ്നാകും, നിങ്ങളെ നാം അല്ലയോ സൃഷ്ടിച്ചത്? നിങ്ങളെ സൃഷ്ടിച്ചത് നാം അല്ലയോ? ഫലൗലാ തുസദ്ദിഖൂൻ, എന്നിട്ടും നിങ്ങൾക്കെന്തേ വിശ്വസിക്കാൻ മടി? അള്ളാഹുവിൻ്റെ ചോദ്യം അതാണ്. സൃഷ്ടാവ് ഞാനാണെങ്കിൽ, നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവ് ഞാനാണെങ്കിൽ, നിങ്ങളെന്ന് പറയുന്ന ഈ സൃഷ്ടിയെ, ഒരത്ഭുത സൃഷ്ടിയാണ് നിങ്ങൾ, സങ്കീർണമായ സൃഷ്ടിയാണ് നിങ്ങൾ, സുകുമാര സൃഷ്ടിയാണ് നിങ്ങൾ. എത്ര മനോഹരം, എത്ര മനോഹരമാണ്! ഈ ലോകത്ത് ജീവജാലങ്ങൾ എമ്പാടുമുണ്ടെങ്കിലും മനുഷ്യൻ്റെ മനോഹാരിത, ആകാരപ്പൊരുത്തം, അംഗപ്രത്യംഗ സൗഷ്ഠവം ഈ ലോകത്ത് മറ്റൊരു ജീവിക്കുമില്ലല്ലോ. ആ നിലയിൽ നിങ്ങളെ നാം സൃഷ്ടിച്ചതല്ലേ? അങ്ങനെ നമുക്ക് നിങ്ങളെ സൃഷ്ടിക്കാനാകുമെങ്കിൽ, മറ്റാർക്കും നിങ്ങളെ ഇങ്ങനെ സൃഷ്ടിക്കാനാവില്ലെങ്കിൽ, നിങ്ങൾക്കെന്താണ് നാം പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാൻ പ്രയാസം? നാം ഇതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അണിയിച്ചൊരുക്കാൻ നമ്മൾ അപ്രാപ്തനാണ് എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ, നിങ്ങളെ സൃഷ്ടിക്കാൻ എനിക്ക് എങ്ങനെയാണ് സാധ്യമാവുക? അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ചോദിക്കുന്നത്. നാമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, എന്നിട്ടും എന്തേ നിങ്ങൾ എന്നെ സത്യപ്പെടുത്താൻ വിസമ്മതിക്കുന്നു? അല്ലാഹു ചോദിക്കുന്നു, അഫറഅയ്തും മാ തുംനൂൻ, അഫറഅയ്തും മാ തുംനൂൻ, നിങ്ങൾ നിക്ഷേപിക്കുന്ന ബീജത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നിങ്ങൾ നിക്ഷേപിക്കുന്ന നിങ്ങളുടെ ഭാര്യയുടെ ഇണയുടെ ഗർഭാശയത്തിലേക്ക് നിങ്ങൾ നിക്ഷേപിക്കുന്ന ബീജം, ആ ബീജത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? അഫറഅയ്തും മാ തുംനൂൻ അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. അതിനെ സൃഷ്ടിച്ച് വളർത്തിക്കൊണ്ടുവരുന്നത് നിങ്ങളാണോ അതോ നാമാണോ? ഈ സ്വർഗം പടയ്ക്കുക, അല്ലെങ്കിൽ നരകം പടയ്ക്കുക, സ്വർഗത്തിൽ വർണ്ണനാതീതമായ സൗഭാഗ്യങ്ങൾ സൃഷ്ടിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ആർക്കാണ് സാധിക്കുക? കാണാത്ത ആ ഒരു ലോകം യാഥാർത്ഥ്യമാകുന്നത് എങ്ങനെ എന്നൊക്കെ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്വന്തം ശരീരത്തിൽ നിന്ന് വിസർജിക്കുന്ന ബീജത്തുള്ളികളെ, രേതസ്കണങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യൻ്റെ ചിന്താ വിഷയം ഇതൊക്കെയാണ് ആകേണ്ടത്. ഇതൊന്നും നമ്മുടെ ചിന്തകളിൽ കടന്നു വരാതെ നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിത ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കുന്നവരായി മാറുക സാധ്യമല്ല. എങ്ങനെയാണ് ഞാനുണ്ടായത്? ആരാണ് എൻ്റെ സൃഷ്ടിപ്പിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്? നീ രൂപാന്തരപ്പെട്ടതിൻ്റെ പിന്നിലുള്ള ശക്തി ആര് എന്ന് അറിയാൻ നീ ശ്രമിച്ചാൽ, ഇനി നീ എന്തായിട്ടാണ് രൂപാന്തരപ്പെടുന്നത് എന്നുള്ള നിന്നോടുള്ള വാക്കുകൾ നിനക്ക് അവിശ്വസനീയമാവുകയില്ല. അള്ളാഹു പറയുകയാണ്, അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങളെ ആ ബീജത്തെ സൃഷ്ടിച്ച് വളർത്തിയത് നിങ്ങളാണോ അതോ നാമാണോ? സഹോദരങ്ങളെ, അത്ഭുതകരമായ ഒരു സൃഷ്ടിപ്പാണ് യഥാർത്ഥത്തിൽ
അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. ഒരു പ്രാവശ്യം പരിശുദ്ധ ഖുർആൻ ഇതിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഒരു ആരോഗ്യമുള്ള മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു പ്രാവശ്യം വിസർജിക്കുന്ന ബീജത്തുള്ളികൾ, അതിനെ നാം തുള്ളികളായി നാം വിലയിൽ കാണുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ ആ തുള്ളികളിൽ എത്രയോ മനുഷ്യനാകാൻ പ്രാപ്തിയുള്ള കോടിക്കണക്കിന് ബീജങ്ങളുടെ സംഘാതമാണത്. കോടിക്കണക്കിന് ബീജങ്ങളുടെ ആ ഒരു ബീജത്തെ വിശ്ലേഷിച്ചെടുത്ത് വിഘടിപ്പിച്ചെടുത്ത് അപഗ്രഥിച്ച് നാം ഒന്ന് കാണാൻ ശ്രമിച്ചാൽ സഹോദരങ്ങളെ, നമ്മുടെ കണ്ണുകൊണ്ട് നമുക്കാർക്കും കാണാൻ കഴിയില്ല. അഥവാ നാമായി മാറിയ ബീജകണികകൾ നമ്മുടെ കൺമുമ്പിലൂടെ വെളിയിൽ വരുമ്പോഴും യഥാർത്ഥത്തിൽ അതിൽ നിന്ന് നാം ഉണ്ടായ ആ കണികയെ, ആ ബീജത്തെ, ആ തുള്ളിയെ, ആ രേതസ്കണത്തെ നമുക്ക് ജീവിതത്തിൽ കാണാനേ കഴിയില്ല. നമ്മുടെ ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ഞാൻ ജനിക്കാൻ കാരണമായ എൻ്റെ ബീജകണം ഞാൻ കണ്ടിട്ടുണ്ടെന്ന്, എൻ്റെ കണ്ണുകൊണ്ട് കണ്ടുവെന്ന് ഈ ലോകത്ത് പറയാൻ നമുക്ക് കഴിയില്ലാത്ത വിധത്തിലാണ് നമ്മുടെ ബീജത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം വിസർജിക്കുന്ന നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്ന ബീജത്തിൽ അല്ലാഹു നിക്ഷേപിച്ചിരിക്കുന്നത്. ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ കാണാത്തൊന്നും വിശ്വസിക്കില്ല എന്നല്ലേ പറഞ്ഞ്. അതിനാണ് ഈ ഉദാഹരണത്തെ അല്ലാഹു അതിന് അടിക്കുറിപ്പായി കൊണ്ടുവരുന്നത്. ഞാൻ കണ്ടില്ല എന്നതുകൊണ്ട് ഞാൻ സ്വർഗം എങ്ങനെ വിശ്വസിക്കാൻ? ഞാൻ കണ്ടില്ല എന്നതുകൊണ്ട് ഞാൻ നരകം എങ്ങനെ വിശ്വസിക്കാൻ എന്നാണ് നിന്റെ ചോദ്യമെങ്കിൽ, നീ ഉണ്ട് എന്നതൊരു സത്യമല്ലേ? നീ ഉണ്ടല്ലോ. പക്ഷെ നീ ഉണ്ടാകാൻ കാരണമായ ആ ബീജത്തെ, ആ ബീജത്തിൻ്റെ ഉള്ളിലെ നിന്നെ സൃഷ്ടിച്ച ആ മുഴുവൻ തുള്ളികളും ചേർന്നല്ല നീ ഉണ്ടായത്. ആ മുഴുവൻ ദ്രവവും ചേർന്നല്ല, ദ്രാവകവും ചേർന്നല്ല നീ ഉണ്ടായത്. അതിൽ നിന്നൊരൊറ്റ കണത്തിൽ നിന്നാണ് നീ ജനിച്ചത്. ആ ഒരു കണത്തെ മൈക്രോസ്കോപ്പിലൂടെ, ഏറ്റവും അത്യന്താധുനികമായ മനുഷ്യൻ കണ്ടെത്തിയ മൈക്രോസ്കോപ്പിലൂടെ കണ്ടെത്താൻ കഴിയുന്നു എന്നല്ലാതെ ഒരു മനുഷ്യൻ്റെയും നഗ്ന നേത്രങ്ങൾക്ക് അവൻ്റെ സൃഷ്ടിപ്പിന് കാരണമായതും അവൻ്റെ ശരീരത്തിലൂടെ അവൻ്റെ മുമ്പിലൂടെ പുറത്തേക്ക് പ്രവഹിക്കുന്നതുമായ ആ ബീജ കണത്തെ കാണാനാവുന്നുണ്ടോ? ഉണ്ടോ? അപ്പോൾ പിന്നെ നീ എങ്ങനെ? നീ കാണാത്തതിൽ നിന്നല്ലേ, നിനക്ക് കാണാനാവാത്തതിൽ നിന്നല്ലേ നിന്റെ തന്നെ ജനനം. എന്നിട്ട് എത്ര ഭദ്രമായിട്ടാണ് ആ ബീജകണികകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളർച്ചയ്ക്കാവശ്യമായ വളക്കൂറുള്ള മണ്ണിലേക്ക് എത്തിച്ചത്. ആ ബീജം വളരുന്നത് നമ്മുടെ പറമ്പിലെ മണ്ണിലല്ല. പറമ്പിലെ മണ്ണിൽ ആ ബീജം വളരുകയില്ല, അതിനവിടെ വളക്കൂറില്ല. ആ മണ്ണിൻ്റെ വളക്കൂർ എവിടെയാ? ആ മണ്ണിൻ്റെ വളക്കൂർ മനുഷ്യൻ്റെ ഇണയുടെ ഗർഭപാത്രത്തിലാണ്. ആ ഗർഭപാത്രത്തിലേക്ക് ഈ ബീജത്തിൻ്റെ കണിക ചെന്നെത്താൻ ആവശ്യമായത് എന്തെങ്കിലും നീ ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? നിന്റെ ശരീരത്തിലെ ബീജകണികകളെ നിന്റെ ഇണയുടെ ശരീരത്തിൻ്റെ അന്തർഭാഗത്തേക്ക് എത്തിച്ചേരാൻ ആവശ്യമായ എന്തെങ്കിലും ചെയ്യാൻ ഈ ലോകത്ത് ഒരു ഭിഷഗ്വരന് കഴിയുമോ? ഒരു ശാസ്ത്രജ്ഞന് കഴിയുമോ? നിന്റെ മാതാപിതാക്കൾക്ക് കഴിയുമോ? ലോകത്തേതെങ്കിലും ഒരു ശക്തിക്ക് കഴിയുമോ? നീ ജനിക്കണം എന്നതുകൊണ്ട് നിന്റെ പിതാവിൻ്റെ ബീജത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് നിന്റെ മാതാവിൻ്റെ ബീജത്തിൽ എത്തിക്കാൻ വേണ്ടി അള്ളാഹു ചെയ്ത സംവിധാനങ്ങൾ, അതേത് നാളികളിലൂടെ എവിടേക്ക് എങ്ങനെ കടന്നു ചെല്ലണമോ അങ്ങനെ കടന്നു ചെല്ലാൻ ആവശ്യമായ വൈകാരികതയെ, കാമത്തെ, അതോടൊപ്പം തന്നെ അതിനെ തൻ്റെ ഇണയുടെ ഗർഭപാത്രത്തിലേക്ക് എത്തിക്കാൻ ആവശ്യമായ വിധത്തിൽ ഉള്ള ശരീരത്തിൻ്റെ അവയവ സംവിധാനത്തെ എല്ലാം ചെയ്തത് അല്ലാഹുവല്ലേ? ശരീരത്തിൻ്റെ ഘടനയിൽ അത് ചെയ്തതോടൊപ്പം തന്നെ ആ ശരീരത്തിൻ്റെ അവയവങ്ങൾ ശരിയായ നിലയിൽ പ്രവർത്തിച്ചുണരാൻ ആവശ്യമായ കാമം എന്ന ഉത്തേജന വികാരത്തെ നിനക്ക് തന്നത് ആരാണ്? അല്ലാഹുവല്ലേ? എന്തെല്ലാം കൂടി ചേർന്നാലാ നീ ഉണ്ടാകണേ? നീ നിന്റെ പിതാവെന്ന് പറയുന്ന ഏതോ ഒരു ബോഡിയിൽ, ഒരു ശരീരത്തിൽ അകലെ നിൽക്കുകയാണ്. നീ വളരേണ്ട മണ്ണ് ലോകത്തെവിടെയോ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു നിന്റെ മാതാവിൻ്റെ ബോഡിയാണ്. അത് ലോകത്തെവിടെയോ സ്ഥിതി ചെയ്യുകയാണ്. ആ മാതാവിൻ്റെ ഉദരത്തിലേക്ക് നിന്റെ പിതാവിൻ്റെ മുതുകത്ത് നിന്ന് ഈ ബീജകണത്തെ അങ്ങോട്ട് എത്തിക്കാൻ വേണ്ട സംവിധാനം ചെയ്തത് ആരാണ്? ആ സൃഷ്ടിപ്പിൻ്റെ പിന്നിലെ ശക്തി ആരാണ്? അഫറഅയ്തും മാ തുംനൂൻ. നിങ്ങൾ വിസർജിക്കുന്ന ബീജകണങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ?
അഅന്തും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ, അതിനെ സൃഷ്ടിച്ചത് നിങ്ങളാണോ അതോ നമ്മളാണോ? എന്നിട്ട് ആ ബീജത്തെ പ്രിയപ്പെട്ടവരെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ആ ബീജം നിക്ഷേപിക്കപ്പെട്ടാൽ പിന്നെ ആ ഗർഭാശയത്തിൽ അതിനെ വളർത്തിക്കൊണ്ടുവരാൻ ആവശ്യമായ എന്തെങ്കിലും സംവിധാനം വിവിധങ്ങളായ ശരീരത്തിൻ്റെ ശാരീരികമായ അനുപാതത്തോടെ, വിവിധങ്ങളായ മാനസികമായ സിദ്ധികളോടെ ചില ആളുകൾ ജനിക്കുന്നു, മനുഷ്യനായി പിറക്കുന്നു, ജനിച്ച മണ്ണിൽ പോലും അറിയപ്പെടാതെ മരിച്ചു പോകുന്നു. എന്നാൽ ചില ആളുകൾ അതേ ബീജത്തിൽ, കണ്ണുകൊണ്ട് കാണാത്ത ബീജത്തിൻ്റെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന അത്ഭുതകരമായ ബൗദ്ധികമായ മാനസികമായ സിദ്ധികളെ അവൻ പ്രയത്നിച്ച് വളർത്തിയെടുത്തതിൻ്റെ ഫലമായി ഈ ആലുവയുടെ മണ്ണിൽ പിറന്ന ആളുകളെ അറേബ്യയിൽ പേര് പറഞ്ഞാൽ അറിയുന്നു, അമേരിക്കയിൽ പേര് പറഞ്ഞാൽ അറിയുന്നു. ലോകം മുഴുവൻ നിറയുന്ന വളരുന്ന അത്ഭുത സിദ്ധികളുമായി എങ്ങനെയാണ് ഈ ബീജം നിന്റെ മാതാവിൻ്റെ ഉള്ളിൽ വളർന്നു വരുന്നത്? ആ വളർച്ചയുടെ പിന്നിൽ നിനക്ക് വല്ല റോളുമുണ്ടോ? അള്ളാഹു ചോദിക്കുക. മനുഷ്യൻ ബുദ്ധിമാനാണെങ്കിൽ ചിന്തിക്കാനാണ്. അള്ളാഹു തലച്ചോറ് തന്നത് നമ്മൾ എന്താണെന്നും നമ്മുടെ അസ്തിത്വത്തിൻ്റെ ആവിർഭാവത്തിൻ്റെ തുടക്കം എന്താണെന്നും വളർച്ചയുടെ പരിണാമത്തിൻ്റെ വികാസത്തിൻ്റെ വിവിധങ്ങളായ ഘട്ടങ്ങൾ എന്താണെന്നും അതെങ്ങനെയാണത് ക്രമീകരിച്ചിരിക്കുന്നത്, ആരാണതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്, ഇങ്ങനെ ഒരു പറ്റം ചോദ്യങ്ങൾ അള്ളാഹു ചോദിക്കുകയാണ്. എന്നിട്ടിങ്ങനെ വളരുകയും എന്നിട്ട് യൗവനം പ്രാപിക്കും, ബാല്യം പിന്നിട്ട് യൗവനം പ്രാപിച്ച് കരുത്താർജിക്കുകയും അങ്ങനെ വളർന്ന് വളർന്ന് ലോകത്തോളം വളരുകയും ചെയ്ത നീ വീണ്ടും വീണ്ടും വളരണമെന്നാഗ്രഹിച്ച് നിൽക്കവേ നീ പൊടുന്നനെ തളരുന്നത് ആരുടെ തീരുമാനമാണ്? വളർച്ചയാണല്ലോ നിന്റെ മോഹം. നഹ്നു ഖദ്ദർന ബൈനകുമുൽ മൗത വമാ നഹ്നു ബിമസ്ബൂഖീൻ. ശേഷം നിന്റെ മരണത്തിൻ്റെ കൃത്യമായ സമയത്തെ നാം തന്നെയല്ലേ നിർണയിച്ചു വെച്ചിരിക്കുന്നത്. ഇന്ന സമയത്ത് ഈ ബോഡി, ഈ ബീജകണികയിൽ നിന്ന് വളർന്ന് വിടർന്ന വികസിച്ച് ലോകം മുഴുവൻ പടർന്ന ഈ മനുഷ്യൻ ഇനി മരിക്കരുതെന്ന് ആഗ്രഹിച്ച് നിൽക്കേ ഇവൻ ഇത്ര സമയമാകുമ്പോൾ മരിച്ചേ തീരൂ എന്ന് ആ ബീജകണികയിൽ റീഡ് ചെയ്തിരിക്കുന്നത്, റെക്കോർഡ് ചെയ്തിരിക്കുന്നത് നഹ്നു ഖദ്ദർന, നാം അതിൽ കൃത്യമായ നിലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നാമല്ലേ? അല്ലെങ്കിൽ പിന്നെ എന്തിനാ നീ മരിച്ചേ? നിനക്ക് മരിക്കണമെന്ന് ചോദിച്ചിട്ടാ? നീ എന്തിനാ ഇങ്ങനെ വളർന്ന് വളർന്ന് പോയിക്കൊണ്ടിരുന്ന ശരീരം, നീ കഴിച്ച അതേ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴും ഒരു 40-45 പിന്നിട്ടപ്പോൾ നീ തളർന്നുകൊണ്ടിരുന്ന എന്തിനാ? അതിനേക്കാൾ ആരോഗ്യവത്തായ രുചികരമായ പോഷകാഹാരമാണല്ലോ നീ കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെന്തിനാ നീ തളർന്നേ? നീ എന്തിനാണ് പിന്നെ മരിച്ചേ? നഹ്നു ഖദ്ദർന ബൈനകുമുൽ മൗത്ത് വമാ നഹ്നു ബിമസ്ബൂഖീൻ. നിനക്ക് നാം മരണവും നേരത്തെ ഈ ബീജത്തിൽ നാം നിക്ഷേപിച്ചതല്ലേ, നാം പ്ലാൻ ചെയ്ത് വെച്ചതല്ലേ, നാം റെക്കോർഡ് ചെയ്ത് വെച്ചതല്ലേ. വമാ നഹ്നു ബിമസ്ബൂഖീൻ. നമ്മളെ തോൽപ്പിക്കാൻ, മറികടന്ന് മുന്നോട്ട് ഒരു നിമിഷം ജീവിക്കാൻ നിനക്കാകുമോ? ഇതല്ലേ നിന്റെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം? ഇത് നീ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഈ സംവിധാനങ്ങളെല്ലാം ചെയ്തു വെച്ച തമ്പുരാന്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തിക്ക് നിന്റെ മരണാനന്തരം നിന്നെ പുനഃസൃഷ്ടിക്കാനാവുകയില്ലെന്ന് നീ കരുതിയോ? അള്ളാഹു ചോദിക്കുകയാണ്. ഇത്തരം ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ അള്ളാഹു ചോദിക്കുകയാണ്. നിന്നെ അലാ അന്നുബദ്ദില അംസാലക്കും വനുൻഷിയക്കും ഫീമാ അലാ തഅലമൂൻ. നിന്നെ പോലുള്ളവരെ സൃഷ്ടിക്കാൻ, വീണ്ടും പുനഃസൃഷ്ടിക്കാൻ, നമുക്ക് വനുൻഷിയക്കും ഫീമാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത മറ്റൊരു രൂപത്തിലേക്ക് പുനഃസൃഷ്ടി നടത്താൻ നമുക്ക് കഴിയുകയില്ലെന്നാണോ നിങ്ങൾ ധരിച്ചിരിക്കുന്നത്? വലഖദ് അലിംതും അന്നശ്അത്തൽ ഊലാ ഫലൗലാ തദക്കറൂൻ. ആദ്യത്തെ സൃഷ്ടിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. ആദ്യത്തെ സൃഷ്ടിപ്പ് എത്ര സങ്കീർണമാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. എങ്കിൽ രണ്ടാമത്തെ സൃഷ്ടിപ്പ് അസാധ്യമാണോ? ഒന്നുമില്ലാത്ത ശൂന്യതയിൽ നിന്ന് ആദ്യ സൃഷ്ടിപ്പ് സാധ്യമാണെങ്കിൽ ആദ്യ സൃഷ്ടിപ്പിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് നിങ്ങളെ വീണ്ടും സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുകയില്ലെന്നോ? സൂറത്ത് യാസീനിൽ അള്ളാഹു ഇത് തന്നെ ചോദിക്കുന്നുണ്ട്. ചിന്തിക്കണം സഹോദരങ്ങളെ, നമ്മളൊന്നും വലിയ സംഭവമൊന്നുമല്ല. നമ്മളൊക്കെ വളർന്നു വലുതായെന്ന് പറയുക. ഈ വളർച്ച മുഴുവൻ നമ്മുടെ മിടുക്കാണോ? ഒരു മനുഷ്യൻ വളരുന്നത് എന്തെങ്കിലും സ്വന്തം സാമർഥ്യം കൊണ്ടാണോ? ആണോ? അവൻ്റെ ഉള്ളിൽ വളരാൻ ആവശ്യമായത് അള്ളാഹു നിക്ഷേപിച്ചത് കൊണ്ടല്ലേ? ഒരു മരം വളരുന്നത് ആ മരത്തിൻ്റെ മിടുക്ക് കൊണ്ടാണോ? ഒരു മരത്തിന് വ്യത്യസ്തമായ ആയുസ്സുള്ള, വ്യത്യസ്തമായ കരുത്തുള്ള, വ്യത്യസ്തമായ വാല്യൂ ഉള്ള എത്രയെത്ര മരങ്ങൾ
ഒരു തേക്ക് തേക്കാകുന്നത്, ഒരു ഈട്ടിയാകുന്നത്, ഒരു ഓക്കുവുഡായി മാറുന്നതൊക്കെ പ്രിയപ്പെട്ടവരെ അതിൻ്റെ ഉള്ളിൽ അല്ലാഹു തആല റെക്കോർഡ് ചെയ്ത പ്ലാൻ അനുസരിച്ചല്ലേ? അത് ആ മരത്തിൻ്റെ മിടുക്കല്ലെന്നതുപോലെയല്ലേ മനുഷ്യ നീയും വളർന്നത്, നീയും ഉന്നതനായത്, നിന്റെ ബുദ്ധി വികസിച്ചത് ഈ ബീജത്തിൻ്റെ കണികയിലായിരുന്നില്ലേ? നിന്റെ ബുദ്ധി അത്ഭുത സിദ്ധി വികാസം കൊണ്ടത്, ചന്ദ്രനിൽ കാലൂന്നാൻ നിന്നെ പ്രാപ്തനാക്കിയ ബുദ്ധി, ആകാശ സീമകളിലൂടെ അന്തരീക്ഷത്തിലൂടെ പക്ഷികളെപ്പോലെ പറക്കാൻ നിന്നെ പ്രാപ്തനാക്കിയ നിന്റെ ബുദ്ധി, നിന്റെ ഭാവന, സമുദ്രത്തിൽ മത്സ്യങ്ങളോടൊപ്പം ഊളിയിടാൻ നിന്നെ പ്രാപ്തനാക്കിയ നിന്റെ അത്ഭുതകരമായ ബുദ്ധിയും ഭാവനയും ഈ ബീജത്തിൻ്റെ കണികയിൽ അല്ലാഹു നിന്റെ സൃഷ്ടാവ് നിക്ഷേപിച്ചു വെച്ചിരുന്നതല്ലേ? അന്തും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ, നിങ്ങളാണോ അത് ഈ നിലയിൽ സൃഷ്ടിച്ചത്? അതിൻ്റെ ഉള്ളിൽ കണ്ണുകൊണ്ട് കാണാനാവാത്ത, നമുക്ക് കാണാനാവുന്നതിനേക്കാൾ കാണാനാവുന്ന കണികയുടെ കോടിയിലൊന്ന് മാത്രം വലിപ്പമുള്ള ഒരു ബീജത്തിനുള്ളിൽ ഇതെല്ലാം നിക്ഷേപിക്കാൻ പ്രാപ്തനായ ആ ശക്തിയെയാണോ നീ ഒന്നാമത്തെ സൃഷ്ടിപ്പിന് ശേഷം രണ്ടാമത് അവന് സാധ്യമല്ലെന്ന് പറയുന്നത്? വലറബലന, സൂറത്ത് യാസീനിലും അല്ലാഹു ചോദിക്കുന്നുണ്ട്, വലറബലന മസലം വനസിയ ഖൽഖഹു ഖാല മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം. ലറബലന മസല, നമ്മുടെ മുമ്പിൽ ഇപ്പോൾ മനുഷ്യൻ ധിക്കാരി, അഹങ്കാരി ഒരു ഉപമയുമായി വന്നിരിക്കുന്നു. വനസിയ ഖൽഖ, അവൻ്റെ സൃഷ്ടിപ്പവൻ മറന്നു പോയിരിക്കുന്നു. സ്വന്തം സൃഷ്ടിപ്പ് ഓർക്കാത്തത് കൊണ്ടാണ്, ഓർത്തെങ്കിൽ മറന്നുപോയത് കൊണ്ടാണ് ഈ ധിക്കാരത്തിൻ്റെ ചോദ്യങ്ങൾ അവൻ്റെ മനസ്സിൽ ഉണരുന്നത്. വനസിയ ഖൽഖഹു ഖാല മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം. അവൻ ചോദിക്കുകയാണ്, ഒരു അസ്ഥിയുടെ പഞ്ചരം എടുത്ത് പിടിച്ചുകൊണ്ട് വന്നിട്ട് അതിങ്ങനെ പൊടിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ മുമ്പിൽ പൊടിച്ചിട്ട് കൊണ്ട് അവൻ ചോദിക്കുന്നു, ഈ ദ്രവിച്ചു പോകുന്ന അസ്ഥിയിൽ നിന്ന് ഇനിയും പുനഃസൃഷ്ടിക്കുമോ എന്ന്. അള്ളാഹു പറയുന്നു അതിനുത്തരമായി, ഖുൽ പറയുക നബിയെ, യുഹ്യിഹല്ലദീ അൻശഅഹാ അവ്വല മർറ, അതിനെ ആദ്യം സൃഷ്ടിച്ചവന്, ഈ പൊടി പോലുമില്ലാതിരുന്നിടത്ത് നിന്ന് അതിനെ സൃഷ്ടിച്ചവന്, ആദ്യം സൃഷ്ടിച്ചവന് രണ്ടാമതും സൃഷ്ടിക്കാൻ കഴിയുമെന്ന് മാത്രം പറഞ്ഞേരെ അവരോട്. ആദ്യം സൃഷ്ടിച്ചതിനെ അവൻ മറന്നു, എന്നിട്ട് രണ്ടാമത് സൃഷ്ടിക്കാൻ പറ്റുമോ ചോദിക്കുന്നത്. ഇതല്ലേ മനുഷ്യൻ്റെ അള്ളാഹുവിനെ നിഷേധിക്കുന്ന, ആഖിറത്തെ നിഷേധിക്കുന്ന, സ്വർഗം നിഷേധിക്കുന്ന, മനുഷ്യൻ്റെ കർമ്മഫലത്തെ നിഷേധിക്കുന്ന മനുഷ്യൻ്റെ യഥാർത്ഥത്തിലുള്ള ബുദ്ധി ഇത്രയും മാത്രമല്ല, എത്ര വലിയ അവിവേകിയാണ് മനുഷ്യൻ എന്ന് ആലോചിക്കാൻ വേണ്ടി ഈ സൂറ ഒന്നെടുത്ത് വെച്ച് അർത്ഥബോധത്തോടുകൂടി ഓരോ ദിവസവും ഓതിയിരിക്കണമെന്ന്. അപ്പോൾ നമ്മുടെ അഹങ്കാരം താനെ അലിഞ്ഞില്ലാതാകും. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അഫറഅയ്തും മാ തഹ്റുസൂൻ, മനുഷ്യരെ, മണ്ണിൽ വിത്തിറക്കുന്നത് നിങ്ങളാണ്, വിത്തിറക്കിയിട്ട് അതിൽ നിന്ന് കൃഷി ഉൽപ്പാദിപ്പിക്കുന്നത് നിങ്ങളാണോ? അന്തും തസ്റഊനഹു അം നഹ്നു സാരിഊൻ, കൃഷി ഇറക്കുന്നത് നിങ്ങളാണല്ലോ, നിങ്ങൾ കണ്ടിട്ടില്ലേ? പക്ഷേ അതിൽ നിന്ന് വിളവുൽപ്പാദിപ്പിക്കുന്നത് നിങ്ങളാണോ അത് നമ്മളാണോ? വിത്തിറക്കാനല്ലേ നിങ്ങൾക്ക് കഴിയൂ, ബീജം നിക്ഷേപിക്കാൻ എന്നതുപോലെ ആ വിത്തിറക്കിയ വിത്തിൽ നിന്ന് അത്ഭുതകരമായ ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വൃക്ഷങ്ങൾ, അതിനെ വളർത്തിക്കൊണ്ടുവരുന്നത്, ആ കൃഷിയെ വളർത്തുന്നത് നാമാണോ? ലൗ നശാഉ ലജഅൽനാഹു ഹുത്താമൻ ഫളൽതും തഫക്കഹൂൻ, നിങ്ങൾ അധ്വാനിച്ച് വളർത്തിയ ആ കൃഷിയെ നാം വേണമെങ്കിൽ അതിങ്ങനെ ഉണങ്ങിപ്പൊടിഞ്ഞ് ദ്രവിച്ച് തുരുമ്പായി പോകുന്ന കാഴ്ചകൾ കണ്ട് ഫളൽതും തഫക്കഹൂന ഇന്നാ ലമുഗ്റമൂൻ, ഉണക്ക് ബാധിച്ച്, പ്രളയം ബാധിച്ച് നിങ്ങൾ നിരാശരായി വിളിച്ചു കൂവാറില്ലേ, ഇന്നാ ലമുഗ്റമൂൻ, ഞങ്ങൾ കടക്കണിയിൽ പെട്ടുപോയല്ലോ എന്ന്. ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറയുകയുണ്ടായി, തമിഴ്നാട്ടിൽ നടത്തിയ വാഴക്കൃഷിയിൽ 1 കോടി രൂപയുടെ നഷ്ടം വന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, കൃഷി ചെയ്യാനേ നമുക്ക് കഴിയൂ. അതിനെ വളർത്തി അതിൻ്റെ വിളവെടുപ്പ് സാധ്യമാക്കുന്നതിൻ്റെ പിന്നിൽ നമുക്കൊരു റോളുമില്ലല്ലോ. അള്ളാഹു ചോദിക്കുകയാണ്, എന്നിട്ടാണോ നീ അഹങ്കരിക്കുന്നത്? ഈ കൃഷിയെ മുഴുവൻ അള്ളാഹു കാലക്കെടുതികൾക്ക്, കാലുഷ്യങ്ങൾക്ക് വിധേയമാക്കി ഉണക്കുകൊണ്ടോ പ്രളയം കൊണ്ടോ നശിപ്പിച്ചാൽ, ദ്രവിപ്പിച്ചാൽ അന്നം തിന്നാൻ വകയില്ലാതെ പെടഞ്ഞ് ചാവുകയില്ലേ മനുഷ്യ ഈ ഭൂമിയിൽ നീ? ഇല്ലേ? അള്ളാഹു ചോദിക്കുകയാണ്,
അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നീ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? നീ വലിയ വലിയ കാര്യങ്ങൾ ആലോചിക്കുന്നവനാണെന്നല്ലേ നീ പറയുന്നത്. പക്ഷേ നിന്റെ സൃഷ്ടിപ്പിൻ്റെ കാരണമായ രേതസ് കണത്തിൽ നീ ചിന്തിച്ചു അതിൻ്റെ വളർച്ചയിൽ. അതുപോലെ തന്നെ നീ നിന്റെ അന്നം കഴിച്ച് ജീവിക്കണമല്ലോ, നിനക്ക് വളരണമെങ്കിൽ അതിനാവശ്യമായ ധാന്യത്തിൻ്റെ വളർച്ചയിൽ നീ ചിന്തിച്ചോ? നീ എന്ത് ചിന്തകനാണ്, നീ എന്ത് ബുദ്ധിമാനാണ്, നിന്റെ ബുദ്ധി നീ എവിടെയാണ് വിനിയോഗിച്ചത്? അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് ചിന്തിക്കാത്ത നീ എന്ത് ചിന്തകനാണ്? എങ്ങനെയാണ് വെള്ളമുണ്ടായത്? H2O ഹൈഡ്രജന്റെ 88.9 കണികയും ഓക്സിജന്റെ 11.1 കണികയും കൂടി ചേർന്നാൽ മൂന്നാമതൊരു ഫാക്ടർ ഇല്ല, ഘടകമില്ല. ആ സാധനത്തിൽ നിന്ന് ഓക്സിജൻ കത്തുന്നതാണ്. ഹൈഡ്രജൻ കത്തുന്നതാണ്, തീ പിടിക്കുന്നതാണ്. ഓക്സിജൻ കത്താൻ സഹായിക്കുന്നതാണ്. ഇത് രണ്ടും കൂടി ചേർന്നപ്പോൾ ഈ കത്തുന്ന തീയെ അണയ്ക്കുന്ന വെള്ളം എങ്ങനെ ഉണ്ടായി? ശാസ്ത്രത്തിനുണ്ടോ ഉത്തരം? ഈ ലോകത്ത് ഇന്ന് വരെ ഒരു ശാസ്ത്രജ്ഞനോടും ചോദിച്ചിട്ട് ഒരു ഉത്തരവും ഇന്നോളം തന്നിട്ടില്ല. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇത് ചിന്തിക്കാത്ത നീയാണോ ചിന്തകൻ? ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാത്ത നീയാണോ ഗവേഷകൻ? നീയാണോ ശാസ്ത്രജ്ഞൻ? നീയാണോ മിടുക്കൻ? നിന്നോളം മന്ദബുദ്ധിയുണ്ടോ ഈ ലോകത്ത്? അള്ളാഹു ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, വെള്ളത്തെ നിയന്ത്രിക്കാൻ, വെള്ളത്തെ പിടിച്ചു കെട്ടാൻ നമുക്കാവുമോ? UAE കണ്ടില്ലേ അള്ളാഹുവിൻ്റെ വിധികളെ നിശ്ചയങ്ങളെ സംബന്ധിച്ച് അഹങ്കാരത്തിൻ്റെ ഗരിമയിൽ മൂർത്തഭാവങ്ങളായി അനുഗ്രഹങ്ങളുടെ പറുദീസയിൽ വിരാജിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും ഭവിക്കാനില്ല, ഒരു ദൈവിക നിയമങ്ങളും ബാധകമല്ലെന്ന് വിചാരിക്കുന്നവരല്ലേ പലപ്പോഴും മുസ്ലിമീങ്ങളായ നമ്മൾ പോലും. പലരും പലപ്പോഴും ചോദിക്കാറുണ്ട്, എന്തേ അറബി നാടുകൾക്ക് ദോഷമൊന്നുമില്ലല്ലോ ദൈവനിയമത്തെ ലംഘിച്ചതുകൊണ്ട്? എന്തേ യൂറോപ്യൻ നാടുകൾക്ക് കേടൊന്നും വന്നില്ലല്ലോ ദൈവനിയമത്തെ ലംഘിച്ചതുകൊണ്ട്? ആരാണ് പറഞ്ഞത്? കേട് സംഭവിച്ച അലം യറൂകം അഹ്ലക്ന ഖബ്ലഹും മിനൽ ഖുറൂനി അന്നഹും ഇലൈഹിം ലാ യർജിഊൻ. അലം യറൂർ കണ്ടില്ലയോ? കം അഹ്ലക്ന ഖബ്ലഹും മിനൽ ഖുറൂൻ, അവരുടെ മുമ്പ് എത്രയെത്ര ജനതകളെ ഈ മണ്ണിൽ നാം ആഴ്ത്തിക്കളഞ്ഞിട്ടുണ്ട്, നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ടെന്ന് അവർ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ ഈ കൺമുമ്പിൽ ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളും വിധിയും വന്നില്ല എന്നത് മാത്രമാണ് നിങ്ങൾക്ക് ന്യായമെങ്കിൽ അള്ളാഹു അതിന് സഅല സൂറത്തുൽ മആരിജിൽ ഉത്തരം പറയുന്നുണ്ട്. സഅല സായിലുൻ ബിഅദാബിൻ വാഖിഅ, വരാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ച് ഒരാൾ ചോദ്യമുയർത്തി, എപ്പോഴാണ് ആ ശിക്ഷ വരികയെന്ന്. എന്താ അള്ളാഹുടെ ശിക്ഷ വരാത്തതെന്ന് ചിലർ പരിഹാസപൂർവ്വം ചോദിച്ചു. അല്ലെങ്കിൽ ഒരു നബി ചോദിച്ചു, അള്ളാഹുവേ ആ ശിക്ഷ എന്താണ് ഇനിയും വരാത്തത് എന്ന്. നൂഹ് നബിയെ പോലൊരു നബി ചോദിച്ചു. സഅല സായിലുൻ ബിഅദാബിൻ വാഖിഅ ലിൽകാഫിരീന ലൈസ ലഹു ദാഫിഅ, കാഫിറുകൾക്ക് തടയാനാവാത്ത അപ്രതിരോധമായ ആ ശിക്ഷ എന്തേ വരാത്തതെന്ന്. ലൈസ ലഹു ദാഫിഅ മിനല്ലാഹി ദിൽ മആരിജ്, ഒരുപാട് പടവുകൾ ആകാശത്തേക്ക് കയറിപ്പോകാൻ കൈവശമുള്ള ഉടമസ്ഥനായ അള്ളാഹുവിൻ്റെ ആ ശിക്ഷാ തീരുമാനങ്ങൾ വരാത്തതെന്തേ എന്ന് ഒരാൾ ചോദിച്ചു. ഒരു ചോദ്യകർത്താവ് ചോദിച്ചു. ഒരു നിഷേധിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു നബിയായിരിക്കാം ചോദിച്ചു. അള്ളാഹു പറഞ്ഞു, തഅറുജുൽ മലായികതു വറൂഹു ഫീഹാ ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന. ഈ ലോകത്തിൽ നിന്നുള്ള കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് കയറിപ്പോകുന്നത് 50,000 വർഷം വലിപ്പമുള്ള ദൈർഘ്യമുള്ള നിങ്ങൾ എണ്ണുന്ന ഒരു ദിവസത്തിലാണ്. ഒരു ദിവസത്തിന് 50,000 വർഷത്തിൻ്റെ ദൈർഘ്യമുണ്ടാകും. നിങ്ങളൊന്ന് പഠിച്ചു നോക്കണം, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കണം. സയൻസ് ഈ ലോകത്ത് അത്ഭുതകരമായ നിലയിൽ തെളിയിച്ചതും പലരും ശാസ്ത്രജ്ഞന്മാർ വെളിപ്പെടുത്താൻ ശ്രമിക്കാത്തതുമായ ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട്. ഈ ലോകത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും നേരത്തെ തന്നെ പ്രകൃതിയിൽ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ സയൻസുമായി ബന്ധപ്പെട്ടത് ഗൂഗിളിൽ അല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കണം. വളരെ കൃത്യമായി സയൻറ്റിസ്റ്റുകൾ വിശദീകരിക്കുന്ന നിങ്ങൾക്കാണ്. മുഴുവൻ ഈ ലോകത്ത് പ്ലാൻ ചെയ്തു വെച്ചിരിക്കുകയാണ്. പക്ഷേ അത് നമ്മുടെ കൺമുമ്പിൽ വരാത്തത് സമയത്തിൻ്റെ പ്രശ്നമാണ് എന്ന് അവർ തന്നെ വളരെ കൃത്യമായി പറയുക. അതുകൊണ്ട് അള്ളാഹു അതിന് മറുപടി പറഞ്ഞതെന്നറിയോ? ഇന്നഹും യറൗനഹു ബഈദാ വനറാഹു ഖരീബാ, അവർ അതിനെ അള്ളാഹുവിൻ്റെ ശിക്ഷയെ അകലെ കാണുന്നു, നാം അത് അടുത്ത് കാണുന്നു. എന്ന് പറഞ്ഞാൽ ഒരു 50 കൊല്ലം ഒരു 100 കൊല്ലം കാത്തിരുന്ന് അള്ളാഹുവിൻ്റെ ഒരു ശിക്ഷ ഒരു സമൂഹം ഏറ്റുവാങ്ങുമ്പോൾ അത് നീണ്ട കാലമായി അവർ കാണുന്നു. നമ്മൾ അതിനെ നിമിഷമായ ഒരു സെക്കൻഡായി കാണുന്നു.
ഒരു സെക്കൻഡിൻ്റെ താമസമേ നമ്മുടെ സമയക്രമത്തിൽ വന്നിട്ടുള്ളൂ. നിങ്ങളുടെ സമയക്രമത്തിലാണ് 70 വർഷം വേണ്ടി വന്നത്. പ്രളയം ദുബൈയെ കീഴ്പ്പെടുത്തിയപ്പോൾ അള്ളാഹു ആ സഹോദരങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവർക്ക് തങ്ങളുടെ തെറ്റുകൾ തിരിച്ചറിയാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ നാട് മുഴുവൻ ഇന്ന് പ്രയാസത്തിലാണ്. UAE പ്രശ്നത്തിലാണ്, ഷാർജ പ്രയാസത്തിലാണ്, എയർപോർട്ടുകൾ അടച്ചിട്ടു. അടുത്ത വലിയ അവധിക്ക് വേണ്ടി ആ നാട് കാത്തിരിക്കുകയാണത്രേ. എന്താണ് സംഭവം? വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചുവോ? അന്തും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. ആകാശമേഘങ്ങളിൽ നിന്ന് അത് ചൊരിയുന്നത് നിങ്ങളാണോ അതോ നമ്മളാണോ? പിടിച്ചു നിർത്താൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് പിടിച്ചു നിർത്ത്. പെയ്തിറങ്ങിയ വെള്ളത്തെ ഒന്ന് തടുത്തു നിർത്താനാവുമെങ്കിൽ തടുത്തു നിർത്ത്. ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി? ഇതൊക്കെയാണ് ചിന്താ വിഷയങ്ങൾ. മനുഷ്യൻ ഇന്നത്തെ UAE, ഇന്നത്തെ ഷാർജ, ഇന്നത്തെ ഏറ്റവും അത്യാധുനിക ടെക്നോളജി പതറിപ്പകച്ചു നിൽക്കുന്ന വെള്ളത്തിൻ്റെ പ്രളയത്തിൻ്റെ ഉണക്കിൻ്റെ മുമ്പിൽ എത്ര നിസ്സഹായനാണ് മനുഷ്യനെന്നറിയാതെ അള്ളാഹുവിൻ്റെ നിയമത്തെ ലംഘിക്കുന്നവരെ, അഹങ്കരിക്കുന്നവരെ ശിക്ഷ പിന്തി എന്ന് ആരെങ്കിലും നിങ്ങൾ സങ്കടപ്പെടുന്നുവെങ്കിൽ അള്ളാഹു അതിന് പറഞ്ഞ ഉത്തരം തന്നറിയോ? നിങ്ങൾ ദൂരെ കാണുന്ന അത് നമ്മുടെ കൺമുമ്പിലാണ് കാണുന്നത്. ഞാൻ ഒരു സെക്കൻഡ് കൊണ്ടാണ് അവരെ പിടിച്ചത്. പക്ഷെ നിങ്ങൾക്കത് 70 വർഷം എടുത്തു. 70 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ പ്രളയം. അമേരിക്കയിൽ വലിയ പ്രളയം വന്നപ്പോൾ, കൊടുങ്കാറ്റ് വന്നപ്പോൾ പറഞ്ഞു 100 കൊല്ലത്തിനിടയിലെ വലിയ പ്രളയം. അള്ളാഹുവിൻ്റെ ഒരു സെക്കൻഡ്. അങ്ങനല്ലേ പ്രിയപ്പെട്ടവരെ? ആകാശത്തൂടി സഞ്ചരിക്കുമ്പോൾ, നാം ഇവിടെ നിന്ന് കാറിൽ സഞ്ചരിക്കുമ്പോൾ പെരുമ്പാവൂരിലേക്ക് അരമണിക്കൂർ എന്നാണ്, മൂവാറ്റുപുഴയിലേക്ക് പിന്നെയും അരമണിക്കൂറാണ്, തൊടുപുഴയിലേക്ക് പിന്നെയും അരമണിക്കൂറാണ്. ഫ്ലൈറ്റിൽ സഞ്ചരിക്കുമ്പോൾ അവിടെ എത്താൻ അത് കാണണമെങ്കിൽ, പെരുമ്പാവൂർ കാണണമെങ്കിൽ അരമണിക്കൂറാ. ഫ്ലൈറ്റിൽ സഞ്ചരിക്കുമ്പോൾ 3 സിറ്റിയും നമ്മൾ ഒന്നിച്ച് കാണുകയാണ്, ഒരേ സമയം ഒരു സെക്കൻഡിൽ കാണുകയാണ്. നമ്മളുടെ ഉയരത്തിനനുസരിച്ച്, നമ്മളുടെ സമയത്തിൻ്റെ വേഗത്തിനനുസരിച്ച് യഥാർത്ഥത്തിൽ സമയം ചുരുങ്ങി വരികയാണ്. നമ്മുടെ കൺമുമ്പിലുള്ള ദൃശ്യങ്ങൾ നമുക്ക് വർത്തമാനമാവുകയാണ്. അവിടെ ഭൂതമില്ല, ഭാവിയില്ല, വർത്തമാനം മാത്രമേ ഉള്ളൂ എന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ അനുഭവത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുകയല്ലേ? ഫ്ലൈറ്റിൽ സഞ്ചരിച്ചാൽ ഈ 3 സ്ഥലവും നമ്മുടെ കൺമുമ്പിലാണ്. ട്രെയിനിൽ സഞ്ചരിച്ചാലോ കാറിൽ സഞ്ചരിച്ചാലോ നമുക്ക് അരമണിക്കൂർ വേണം പെരുമ്പാവൂർ, അരമണിക്കൂർ വേണം മൂവാറ്റുപുഴ, അരമണിക്കൂർ വേണം. നമുക്കത് ഭാവിയാണ്. പക്ഷെ ഫ്ലൈറ്റിലായിരിക്കുമ്പോഴോ അത് വർത്തമാനമാണ്. ഇതുപോലെ അള്ളാഹുവിൻ്റെ ലോകത്ത്, ഉന്നതങ്ങളിൽ, സമയത്തിനപ്പുറത്ത് സമയമില്ലാത്ത ലോകത്ത്, അള്ളാഹുവിന് സമയം നിശ്ചലമായ ലോകത്ത്, സമയം പ്രകൃതിയുടെ പ്രതിഭാസമാണ്. ഇന്നഹും യറൗ. നോക്കൂ, ശിക്ഷയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അള്ള പറഞ്ഞ വാക്കാണ്, അള്ളാഹുവിൻ്റെ ലോകത്ത് ഒരു ദിവസം 50,000 വർഷമാണ്. നിങ്ങളതിനെ അകലെ കാണുന്നു, ആ ശിക്ഷയെ, വരുന്ന ശിക്ഷയെ. നാം അതിനെ വളരെ അടുത്ത് കാണുന്നു. എത്ര വലിയ സയൻസാണ് ഈ പറയുന്നതെന്നറിയോ? എത്ര വലിയ ടെക്നോളജിയാണ് അള്ളാഹു ഇതിന് ഉത്തരമായി പറയുന്നതെന്നറിയുമോ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ചിന്തകന്മാരാകണം. ഓരോ മുസ്ലിമിനും ചിന്തകനാവാതെ ഇസ്ലാമിക ജീവിതം സാധ്യമല്ല. ആലോചനകൾ ഏതിലാണ്? വലിയ ആലോചന വെള്ളത്തിലാണ്, വലിയ ആലോചന ബീജത്തിൻ്റെ കണങ്ങളിലാണ്, വലിയ ആലോചന പ്രിയപ്പെട്ടവരെ വിത്തുകൾ മുളയ്ക്കുന്നതിലാണ്. ഇത്തരം ആലോചനകളില്ലാതെ ഞാനെന്തോ വലിയ രാഷ്ട്രമീമാംസകനാണ്, ഞാനെന്തോ വലിയ ശാസ്ത്രജ്ഞനാണെന്ന് പറയുന്ന വിഡ്ഢികളായി നാം മാറാതിരിക്കുക എന്നാണ് ഈ സൂറത്ത് വാഖിഅ നമ്മോട് പറയുന്നത്. പടച്ചതമ്പുരാൻ നമുക്ക് മനസ്സിലാക്കി തരട്ടെ. ഇത്തരം ഖുർആനിക സന്ദേശങ്ങൾ നമ്മൾ ഓരോരുത്തരും ചിന്തയ്ക്ക് വിഷയമാക്കണം, വായിക്കണം, പഠിക്കണം, പാരായണം ചെയ്യണമെന്ന് മാത്രം ഞാൻ സൂചിപ്പിച്ചു കൊള്ളട്ടെ.